ഒരു ചെറിയ കല്ല്, പക്ഷേ അതിനുവേണ്ടി രാജാക്കന്മാർ യുദ്ധം ചെയ്തു. സാമ്രാജ്യങ്ങൾ തകർന്നു. ഇന്നും രാജ്യങ്ങൾ തമ്മിൽ തർക്കം തുടരുന്നു. ആ കല്ലിന്റെ പേരാണ് കോഹിനൂർ. നൂറുകണക്കിനു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഒരു ഖനിയിൽ നിന്ന് കണ്ടെത്തപ്പെട്ട ഈ വജ്രം ആദ്യം ഒരു സാധാരണ രത്നമായിരുന്നു. എന്നാൽ കാലം കടന്നുപോകുന്തോറും അത് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായി മാറി. ഒരു രാജാവിൽ നിന്ന് മറ്റൊരു രാജാവിലേക്ക്, ഒരു സാമ്രാജ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കോഹിനൂർ സഞ്ചരിച്ചു. അത് കൈവശപ്പെടുത്തിയവർക്ക് വലിയ ശക്തി ലഭിച്ചെങ്കിലും അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങളും പരാജയങ്ങളും സംഭവിച്ചു എന്ന കഥകൾ പ്രചരിച്ചു. അതോടെ കോഹിനൂറിന് ഒരു ശാപമുണ്ടെന്ന വിശ്വാസവും ജനിച്ചു. പിന്നീട് മുഗൾ ചക്രവർത്തിമാരുടെ നിധിശേഖരത്തിലും തുടർന്ന് പേർഷ്യൻ ഭരണാധികാരികളുടെയും അഫ്ഗാൻ രാജാക്കന്മാരുടെയും കൈകളിലും ഈ വജ്രമെത്തി. ഓരോ തവണയും അധികാരം മാറുമ്പോൾ കോഹിനൂരും പുതിയ ഉടമയെ കണ്ടെത്തി. എന്നാൽ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച സമയത്താണ്. 1849 പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായപ്പോൾ കോഹിനൂർ ബ്രിട്ടീഷ് രാജകുടുംബത്തിന് കൈമാറപ്പെട്ടു. പിന്നീട് അത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി രാജകിരീടത്തിന്റെ ഭാഗമാക്കി. ഇവിടെയാണ് വിവാദം തുടങ്ങുന്നത്. കോഹിനൂർ നിയമപരമായി കൈമാറിയതാണെന്ന് ചിലർ പറയുന്നു. എന്നാൽ അത് കൊള്ളയടിക്കപ്പെട്ടതാണെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. അതുകൊണ്ടുതന്നെ ഇന്നും ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളും കോഹിനൂർ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു വജ്രത്തിന്റെ കഥ വെറും രത്നത്തിന്റെ കഥയല്ല. അത് രാജാക്കന്മാരുടെ ഉയർച്ചയും വീഴ്ചയും യുദ്ധങ്ങളും സാമ്രാജ്യങ്ങളും ഇന്നും അവസാനിക്കാത്ത ഒരു ചരിത്ര വിവാദവുമാണ്. കോഹിനൂർ, പ്രകാശത്തിന്റെ പർവ്വതം എന്നർത്ഥമുള്ള ഈ വജ്രം ഇന്നും ലോകത്തിലെ ഏറ്റവും ദുരൂഹവും വിവാദപരവുമായ രത്നമായി തുടരുന്നു. ഇംഗ്ലണ്ടിലെത്തിയ കോഹിനൂർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ അതിന് അത്ര തിളക്കമില്ലായിരുന്നു. അതിനാൽ ബ്രിട്ടീഷ് രാജകുടുംബം വജ്രം വീണ്ടും മുറിച്ച് രൂപപ്പെടുത്താൻ തീരുമാനിച്ചു. 1852 വജ്രം വീണ്ടും മുറിച്ചപ്പോൾ അതിന്റെ ഭാരം ഗണ്യമായി കുറഞ്ഞു. എന്നാൽ അതിന്റെ തിളക്കം വർദ്ധിച്ചു. പിന്നീടത് ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ കിരീടങ്ങളിൽ പതിപ്പിക്കപ്പെട്ടു. പക്ഷേ കോഹിനൂറിനെക്കുറിച്ചുള്ള ഒരു വിചിത്ര വിശ്വാസം അന്നേക്കും പ്രചരിച്ചിരുന്നു. കോഹിനൂർ ധരിക്കുന്ന പുരുഷ ഭരണാധികാരികൾക്ക് ദുരന്തം സംഭവിക്കും. ഇതൊരു യഥാർത്ഥ ശാപമാണോ അതോ വെറും കഥയാണോ എന്ന് ഇന്നും ആരും ഉറപ്പിച്ചു പറയുന്നില്ല. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ കോഹിനൂർ കൈവശം വെച്ചിരുന്ന പല രാജാക്കന്മാരും യുദ്ധങ്ങളിലും അധികാര പോരാട്ടങ്ങളിലും പരാജയപ്പെട്ടതായി കാണാം. ഈ വിശ്വാസം കാരണം പിന്നീട് ബ്രിട്ടീഷ് രാജാക്കന്മാർ കോഹിനൂർ ധരിക്കാൻ മടിച്ചു. പകരം രാജ്ഞിമാരുടെ കിരീടങ്ങളിലാണ് അത് കൂടുതലായും ഉപയോഗിക്കപ്പെട്ടത്. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യ പലതവണ കോഹിനൂർ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ വാദം വ്യക്തമായിരുന്നു. ഈ വജ്രം ഇന്ത്യയിൽ നിന്നാണ് കണ്ടെത്തിയത്. അതിനാൽ അത് ഇന്ത്യയുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. അതേസമയം ബ്രിട്ടന്റെ നിലപാട് വേറെയായിരുന്നു. വജ്രം നിയമപരമായ കരാറിലൂടെ ലഭിച്ചതാണെന്നാണ് അവർ പറയുന്നത്. ഇന്ന് കോഹിനൂർ ലണ്ടനിലെ ടവർ ഓഫ് ലണ്ടനിൽ സൂക്ഷിച്ചിരിക്കുന്ന രാജകിരീടാഭരണങ്ങളുടെ ഭാഗമാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണാനെത്തുന്നു. എന്നാൽ സന്ദർശകർ കോഹിനൂരിനെ നോക്കുമ്പോൾ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ വജ്രത്തിന്റെ യഥാർത്ഥ ഉടമയാരാണ്? ഒരുപക്ഷെ അതിന്റെ ഉത്തരം ഇപ്പോഴും ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ മറഞ്ഞുകിടക്കുകയായിരിക്കും. അതുകൊണ്ടുതന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കോഹിനൂരിന്റെ കഥ അവസാനിച്ചിട്ടില്ല. അതിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്ര രഹസ്യങ്ങളിലൊന്നായി തുടരുന്നു.